ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ടോമി, ടോമി, നീ എന്തെടുക്കുക? വിളിച്ചിട്ട് കേൾക്കുന്നുമില്ലല്ലോ. ഇവൻ ഇതെവിടെ പോയി? ടോമി നിൽക്ക്, എവിടേക്കാ നീ പോകുന്നത്? ഇങ്ങ് വന്നേ. അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. എന്തെങ്കിലും ആപത്തിൽ ചെന്ന് ചാടും. നീ ഇങ്ങനെ പറയാതെ വീടിന് പുറത്തിറങ്ങി നടന്നാൽ അമ്മയ്ക്ക് നിന്നെ നഷ്ടപ്പെടില്ലടാ. അമ്മ എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഹലോ, ടോമിയുടെ ടീച്ചർ അല്ലേ? അതെ, ആരാണ്? ഞാൻ ടോമിയുടെ മദറാണ്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടോമിയുടെ വിശേഷങ്ങൾ തന്നെ. ടീച്ചർ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. അവൻ ഇപ്പോഴായിട്ട് തീരെ ശ്രദ്ധയില്ല. ഇടയ്ക്കിടയ്ക്ക് ആരോടും പറയാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ എന്തോ ഭാഗ്യത്തിന് കണ്ടതാ. എവിടെയെങ്കിലും ആരും കാണാതെ ഒറ്റപ്പെട്ടു പോയാലോ? പേടിക്കാതിരിക്കൂ, നമുക്ക് വഴിയുണ്ടാക്കാം. അപ്പോൾ പഠിപ്പിച്ചതെല്ലാം അമ്മയില്ലേ? നാളത്തെ ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ വരുമ്പോൾ എല്ലാവരും നിങ്ങളുടെ പേരൻസിന്റെ മൊബൈൽ നമ്പർ പഠിച്ചിട്ട് വരണം. എന്തിനാണെന്ന് മനസ്സിലായെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും തനിച്ചായി പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തിൽപ്പെട്ടു പോകുമ്പോൾ ആ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഞാൻ പഠിച്ചേ. ഗുഡ് ഗേൾ. ടോമി, നിനക്ക് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒന്നും ഇല്ലേ? എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ തവണ അമ്മ വന്നപ്പോ നിന്നെ കിട്ടിയില്ല. ഈ തവണ നിന്നെ ഞാൻ വിടില്ല. ടോമി നിൽക്ക്, ദൂരേക്ക് പോകല്ലേ, അമ്മ വഴക്ക് പറയും. നിൽക്ക്. അയ്യോ ജോമി, അലക്സ്, അയ്യോ ഞാനിത് എവിടെയാ? എനിക്ക് അമ്മയെ കാണണം. എന്ത് പറ്റി? എന്തിനാ മോൻ കരയുന്നത്? എനിക്ക് വഴി തെറ്റി. എന്നെ എന്റെ അമ്മയുടെ അടുത്തെത്തിക്കാമോ പ്ലീസ്? മോന് വീട്ടിലേക്കുള്ള വഴി അറിയാമോ? ഇല്ല. അമ്മയുടെയോ അച്ഛന്റെയോ മൊബൈൽ നമ്പർ അറിയാമോ? ഇല്ല. ടീച്ചർ പറഞ്ഞപ്പോ കേട്ടാ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നോട് ക്ഷമിക്കും മമ്മി. ഞാനിനി ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകില്ല. ജോമി പാർക്കിലെ സെക്യൂരിറ്റിയുടെ ഫോണിൽ നിന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ചത് കൊണ്ടാണ് കൃത്യസമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞത്. അവൾ എന്റെ മൊബൈൽ നമ്പർ കാണാതെ പഠിച്ചത് ഗുണം ചെയ്തു. താങ്ക് യു ജോമി. പണ്ടൊരു കാട്ടിൽ ചെറിയ മാളത്തിൽ ഒരമ്മ എലിയും 4 കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു. എന്നാൽ ആ 4 കുഞ്ഞുങ്ങളിൽ ഒരു എലി മാത്രം നീല നിറമായിരുന്നു. അവൾ ബാക്കി കുഞ്ഞുങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു. അവൾ എപ്പോഴും അമ്മയെ സഹായിച്ച് വീട്ടുജോലികളെല്ലാം നോക്കി മിടുക്കിയായി വളർന്നു. രണ്ടാമത്തെ എലിക്കുഞ്ഞ് ഒരു സംസാരപ്രിയനായിരുന്നു. അമ്മയെ സഹായിക്കേണ്ടതിന് പകരം ഒഴിവു സമയങ്ങളിൽ ഒരു മരത്തിന് താഴെ കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കലാണ് അവന്റെ ഹോബി. മൂന്നാമത്തെ എലി ഒരു സൗന്ദര്യ സ്നേഹിയായിരുന്നു. അമ്മയെ സഹായിക്കേണ്ടതിന് പകരം ഒഴിവു സമയങ്ങളിൽ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് മേക്കപ്പ് ഇടലാണ് അവളുടെ ഹോബി. നാലാമനാകട്ടെ ഏതു നേരവും ഉറക്കമാണ്. ഒരു ദിവസം മോനെ ഒന്ന് എഴുന്നേറ്റടാ, അവളുടെ കൂടെ ഒന്ന് പുറത്തുപോയി പഴങ്ങൾ പറിച്ചു വന്നേ.
എനിക്ക് കാലിന് നല്ല സുഖമില്ല. അവളെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണ്ട. എന്നിട്ട് ഉറക്കം വന്നിട്ട് വയ്യ, നല്ല ക്ഷീണം. അവളോട് പിന്നെ പോകാമെന്ന് പറ. ഇത് കേട്ട അമ്മയ്ക്ക് സങ്കടമായി. അമ്മ നേരെ കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്ന മൂന്നാമത്തെ എലിയുടെ അടുത്തേക്ക് പോയി. മോനെ, ഒന്ന് അവളുടെ കൂടെ പുറത്തു പോയി പഴങ്ങൾ പറിച്ചു വന്നേ. എനിക്ക് കാലിന് നല്ല സുഖമില്ല. അവളെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണ്ടല്ലോ, ഒന്ന് കൂട്ടിന് പോയേ. ഞാനൊരു പണിയെടുക്കുന്നത് കണ്ടില്ലേ അമ്മേ? അവള് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഇത്രയും കാലം അമ്മ കൂട്ടുപോയില്ലേ, ഇനി അവൾ ഒറ്റയ്ക്ക് പോട്ടെ. അങ്ങനെയല്ലേ പഠിക്കുക? ഇത് കേട്ട അമ്മ രണ്ടാമത്തെ എലിയുടെ അടുത്തും പോയി കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ എലിയും കൂട്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പതിവ് പോലെ നീല എലിയും അമ്മയും കൂടി പഴങ്ങൾ പറിക്കാൻ പുറത്തിറങ്ങി. അവർ എല്ലാവർക്കും വേണ്ടിയുള്ള പഴങ്ങൾ പറിച്ചു. കുട്ടകൾ നിറച്ച് വീട്ടിലേക്ക് വന്നു. പഴങ്ങളുടെ മണം വന്നതോടെ എല്ലാവരും ഒരുമിച്ച് വന്ന് പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും നീലലിയും അമ്മയും പുറത്തുപോയി കഷ്ടപ്പെട്ട് പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരും. മറ്റു 3 എലികളും അതൊക്കെ വന്ന് കഴിച്ചു തീർക്കും. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറ്റു 3 എലികളുടെയും സ്വഭാവത്തിലും ഒരു മാറ്റവും കാണാത്ത എലിയമ്മ സങ്കടത്തിലായി. അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അവർ മാറാനൊന്നും പോകുന്നില്ല. നമുക്ക് നന്നായി ആലോചിച്ചൊരു തീരുമാനമെടുക്കാം. അതെ മോളെ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമുക്ക് എങ്ങനെ അവരെ മാറ്റാൻ പറ്റും? എനിക്കൊരു ഐഡിയ തോന്നുന്നു. നീല എലി അവൾക്ക് കിട്ടിയ ഐഡിയ അമ്മയോട് പറഞ്ഞു. നമുക്കൊന്ന് അങ്ങനെ ചെയ്തു നോക്കാം. അങ്ങനെ നീല എലി പറഞ്ഞു കൊടുത്ത ഐഡിയ പോലെ 3 ദിവസം അടുപ്പിച്ച് പഴങ്ങളൊന്നും തന്നെ ഇല്ലാതെ വീട്ടിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ മറ്റു 3 എലികൾ ആഹാരമൊന്നും കിട്ടാതെ വിശന്നിരിക്കാൻ തുടങ്ങി. വല്ലാത്ത ക്ഷീണം, ഞാനൊന്ന് പോയി കിടക്കട്ടെ. സംസാരപ്രിയനായിരുന്ന നമ്മുടെ രണ്ടാമത്തെ എലി ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റാതെയായി. സൗന്ദര്യസ്നേഹിയായിരുന്ന മൂന്നാമത്തെ എലിയും ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ സൗന്ദര്യം നോക്കാൻ ഒരു മൂടില്ലാതെയായി. ഏതു നേരവും ഉറങ്ങിയിരുന്ന നാലാമനാകട്ടെ ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ 3-ാമത്തെ ദിവസം 3 പേർക്കും വിശപ്പ് കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാതെയായി. അവർ അമ്മ ആഹാരമായി വരുന്നത് കാത്തിരുന്നു. അമ്മ വരുന്നത് കണ്ട 3 പേരും അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, അമ്മ ഇന്നും ഒന്നും കൊണ്ടുവന്നില്ലേ? ഈ വയ്യാത്ത ഞാനും നിങ്ങളുടെ മൂത്ത സഹോദരിയെ ഇവിടം കൂടി പോയാൽ എല്ലാവർക്കുമുള്ള ആഹാരം കൊണ്ടുവരാൻ പാടാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുമല്ലേ? നിങ്ങൾ 3 പേരും കൂടി വന്നാൽ പണികൾ കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളും ഞങ്ങളോടൊപ്പം വരും. എന്താ, റെഡിയല്ലേ? തീർച്ചയായും. നല്ല കുട്ടികൾ. ഇതും പറഞ്ഞ അമ്മ എല്ലാവർക്കും ഓരോ ആപ്പിൾ വീതം കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം ശേഖരിക്കാൻ പോയി തുടങ്ങി. അങ്ങനെ അവർ അവരുടെ മടിയെല്ലാം മാറ്റിവെച്ച് തങ്ങൾക്കുള്ള ഭക്ഷണം ശേഖരിച്ചു. അമ്മയ്ക്ക് സന്തോഷമായി. ഇനി മുതൽ തന്റെ സഹോദരങ്ങളുടെ കൂടെ ഒരുമിച്ച് പണിയെടുക്കുകയും സമയം ചിലവഴിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യാമല്ലോ എന്നോർത്ത് നമ്മുടെ നീല എലിക്കും സന്തോഷമായി. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു തുടങ്ങുമ്പോൾ നല്ല കാര്യങ്ങളും സംഭവിച്ചു തുടങ്ങും. ജോമി, പോയി കൈ രണ്ടും സോപ്പിട്ട് കഴുകി വാ. എന്നിട്ട് അത് എടുത്ത് കഴിച്ചാൽ മതി. ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ കൈകൾ രണ്ടും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനെന്ന്? ഓക്കേ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയതായി പറയാം. ഇത്ര പെട്ടെന്ന് കൈ കഴുകി കഴിഞ്ഞോ? നോക്കട്ടെ, കൈ കാണിക്ക്.
ഇങ്ങനെയാണോ കൈ കഴുകുക? വാ, അമ്മ കാണിച്ചു തരാം. നോക്കൂ, ആദ്യം നമ്മൾ കൈകൾ രണ്ടും നന്നായി നനയ്ക്കുക. എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് ഉള്ളം കൈകൾ രണ്ടും നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം നന്നായി കഴുകുക. ആദ്യം വലത് കൈ, പിന്നെ ഇടത് കൈ. എന്നിട്ട് നിങ്ങളുടെ വിരലുകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ 2 തള്ളവിരലുകളും നന്നായി കഴുകുക. പിന്നെ നിങ്ങളുടെ 2 വിരലുകളുടെയും അഗ്രം കഴുകുക. ഇതുവഴി നമ്മുടെ വിരലിലെ അഴുക്ക് പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയും. ഇനി ചെയ്യേണ്ടത് ഇടത് കൈ കൊണ്ട് വലത് കൈത്തണ്ട കഴുകുക. അതിനുശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈത്തണ്ടയും കഴുകുക. ഇനി നിങ്ങളുടെ കൈകളിലുള്ള സോപ്പ് വെള്ളം കൊണ്ട് പൂർണ്ണമായും കഴുകി കളയുക. അതിനുശേഷം വൃത്തിയുള്ള തൂവാല കൊണ്ട് കൈകൾ തുടയ്ക്കുക. ഇനി കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ 20 സെക്കൻഡ് കഴുകിയാലേ കൈകളിലെ അണുക്കൾ പൂർണ്ണമായും നശിക്കുകയുള്ളൂ. ഇനി മുതൽ ഇങ്ങനെ വേണം കൈ കഴുകാൻ. മനസ്സിലായോ? കൈ കഴുകാതെ ഭക്ഷണം തൊടരുത്, കഴിക്കരുത്. ശരി അമ്മേ. വിശക്കുന്നു. പോയി കൈ കഴുകുക. നല്ലോണം സോപ്പിട്ട് കഴുകണം. ഇന്നലെ അമ്മ കാണിച്ചു തന്നില്ലേ, അതുപോലെ. അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. ആ, അമ്മ അറിയാനൊന്നും പോകുന്നില്ല. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയെന്ന് പറയാം. അമ്മേ, ഗുഡ് നൈറ്റ്. അയ്യോ, എനിക്ക് വയറ് വേദനിക്കുന്നു അമ്മേ. ഓടി വായോ. എന്തു പറ്റി ജോമി? എന്തിനാ കരയുന്നത്? എനിക്ക് വയറുവേദന എടുക്കുന്നു മമ്മി. സാരമില്ല, നമുക്ക് ഡോക്ടറെ കാണിക്കാം. കരയണ്ട കേട്ടോ. ജോമി, നീ ഭക്ഷണം കഴിക്കുന്നതിനു മുന്നേ കൈ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാറില്ലേ? അത് പിന്നെ കൈ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വയറുവേദന വരും. പിന്നെ സൂചി വെക്കും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. വേണോ? അയ്യോ വേണ്ട ഡോക്ടർ. ഞാൻ ഇനി മുതൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കില്ല. ഗുഡ് ഗേൾ. ഞാൻ കുറച്ച് മരുന്ന് തരാം, അത് സമയത്തിന് കഴിക്കണം. എല്ലാം ശരിയാവും. നാളെ മുതൽ സ്കൂളിൽ പോകാം. പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം. കൈകൾ എപ്പോഴും സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ. എന്നാലേ അസുഖം വരാതെ നോക്കാൻ പറ്റൂ. തീർച്ചയായും ഡോക്ടർ. ഒരിക്കൽ രാജാവും മന്ത്രിയും പൂന്തോട്ടത്തിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പ്രാവ് പറന്നു വന്ന് അവരുടെ മുന്നിൽ ഇരുന്നത്. ഇത് കണ്ട രാജാവിന് ഒരു കൗതുകം തോന്നി. മന്ത്രിയോട് ചോദിച്ചു, മന്ത്രി, നമ്മുടെ രാജ്യത്ത് എത്ര പ്രാവുകൾ ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറുപടി നൽകുന്നതിന് മുമ്പ് മന്ത്രി ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, 6593 പ്രാവുകളുണ്ടെന്ന് ഞാൻ കരുതുന്നു മഹാരാജാവേ. അതെങ്ങനെ ഇത്ര കൃത്യമായി താങ്കൾക്ക് പറയാൻ പറ്റും? അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ നമുക്കൊന്ന് എണ്ണി നോക്കാം. എന്താ? അപ്പോൾ പ്രാവുകളുടെ എണ്ണം നിങ്ങൾ പറഞ്ഞതിനേക്കാൾ കുറവാണെങ്കിലോ? കുറവാണെങ്കിൽ ഒരു പക്ഷേ അവരിൽ ചിലർ മറ്റ് രാജ്യങ്ങളിലേക്ക് അവധിക്കാലം ചെലവഴിക്കാൻ പോയതാവും. ഹഹാ, അപ്പോൾ കൂടുതലുണ്ടെങ്കിലോ? എന്താ സംശയം? മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചില പ്രാവുകൾ അവരുടെ കുടുംബത്തെ സന്ദർശിക്കാൻ ഇവിടെ എത്തിയിരിക്കും. ഇത് കേട്ടതും രാജാവിന് ചിരി അടക്കാനായില്ല. ഹഹഹഹ. മന്ത്രി, നിങ്ങൾ ഒരു രസികൻ തന്നെ, വളരെ ബുദ്ധിമാനും. നിങ്ങളെ എനിക്ക് മന്ത്രിയായി കിട്ടിയതിൽ ഞാൻ ഇന്നും അഭിമാനിക്കുന്നു. നിങ്ങളുടെ ആശയങ്ങൾ എന്നെ എപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് പാചകക്കാരനും ഗജാഞ്ചിയും അവിടെ ഒരു തൂണിന്റെ മറവിൽ നിൽപ്പുണ്ടായിരുന്നു. മന്ത്രിക്ക് രാജാവിന്റെ പിന്തുണ വളരെ കൂടുതലാണ്. നാം അത് അവസാനിപ്പിക്കണം. പക്ഷേ എങ്ങനെ? അതൊക്കെ ഉണ്ട്. നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി.
നമുക്കൊരുമിച്ച് മന്ത്രിയെ എന്നേക്കുമായി ഈ കൊട്ടാരത്തിൽ നിന്നും ഒഴിവാക്കാം. അങ്ങനെ അവർ മന്ത്രിയെ കൊട്ടാരത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. പിറ്റേ ദിവസം എന്താണ് ഖജാൻജി, എന്താണ് കാണണമെന്ന് പറഞ്ഞത്? പ്രഭു, മരിച്ചവരുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരു സന്യാസിയെ ഞാൻ പരിചയപ്പെട്ടു. ഓ, അത് കൊള്ളാലോ. അതേ പ്രഭു, അതുകൊണ്ട് നമുക്ക് അമ്മിയുടെ പിതാവിന്റെ ക്ഷേമത്തെ കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹത്തിനോട് പറഞ്ഞാലോ? തീർച്ചയായും. ഇത് സത്യമാണോ? അതേ പ്രഭു, എന്റെ കൂടെ നമ്മുടെ പാചകക്കാരനും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഞാൻ ഇതേപറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതിന് മന്ത്രിയെ പോലുള്ള ബുദ്ധിമാനും ഉത്തരവാദിത്തമുള്ളവനുമായ ഒരാൾ ആവശ്യമാണ് എന്നാണ് ആ സന്യാസി പറഞ്ഞത്. അതെ, അദ്ദേഹം തീർച്ചയായും ഇവിടെ ഉള്ളവരിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയാണ്. ആരെവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. രാജാവ് മന്ത്രിയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. പ്രഭു, ഇത് താങ്കളുടെ ആഗ്രഹമാണെങ്കിൽ ഞാൻ പോകാം. മന്ത്രി, നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ, പക്ഷെ 2 വ്യവസ്ഥകളിൽ. ഒന്നാമതായി, എന്റെ അഭാവത്തിൽ എന്റെ കുടുംബത്തെ പരിപാലിക്കണം. രണ്ടാമതായി, അവരുടെ ക്ഷേമത്തിനായി എനിക്കൊരു തുക ആവശ്യമാണ്. സമ്മതിച്ചു. ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക. മന്ത്രി പദ്ധതി അംഗീകരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് സ്വന്തം തന്ത്രം മനസ്സിലുണ്ടായിരുന്നു. സെമിത്തേരിയിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് നമുക്കൊരു തുരങ്കം നിർമ്മിക്കണം. അതായിരിക്കും എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി. മന്ത്രിയും അദ്ദേഹത്തിന്റെ ആളുകളും രഹസ്യമായി തുരങ്കം നിർമ്മിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം വന്നെത്തി. മന്ത്രിയെ ജീവനോടെ ഒരു കുഴിയിലിട്ട് മൂടി. എന്നാൽ നമ്മുടെ മന്ത്രി തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വന്നു. മന്ത്രി മാസങ്ങളോളം വീട്ടിൽ ഒളിച്ചു കഴിഞ്ഞു. ഖജാൻജിയും പാചകക്കാരനും മന്ത്രിയുടെ കഥ കഴിഞ്ഞെന്ന് കരുതി സന്തോഷിച്ചു. എന്നാൽ ഒരു ദിവസം മന്ത്രി കൊട്ടാരത്തിലേക്ക് മടങ്ങി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മഹാരാജാവേ, ഞാൻ നിങ്ങളുടെ പിതാവിനെ കുറിച്ചുള്ള വാർത്തയായി മടങ്ങി വന്നതാണ്. പറയൂ മന്ത്രി, എന്താണ് നമ്മുടെ പിതാവ് പറഞ്ഞത്? അവിടെ വളരെ കുറച്ച് പാചകക്കാർ മാത്രമേ സ്വർഗത്തിലുള്ളൂ. ഉള്ളവർക്ക് തന്നെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് ഇവിടത്തെ പാചകക്കാരനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്നോട് പൊറുക്കണം മഹാരാജൻ. എന്താണ്? എന്തു പറ്റി? മന്ത്രിയോട് അസൂയുള്ള ഞങ്ങൾ മന്ത്രിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഞങ്ങളോട് ക്ഷമിക്കൂ. അസൂയുള്ള ഖജാൻജിയും പാചകക്കാരനും അവരുടെ വഞ്ചനയ്ക്ക് ശിക്ഷിക്കപ്പെട്ടു. അതേസമയം മന്ത്രിയുടെ ബുദ്ധിയും ജ്ഞാനവും വീണ്ടും തിളങ്ങി. അയ്യോ, ഉറുമ്പ്! എന്താ, എന്തു പറ്റി? ആ, ഉറുമ്പ് കടിച്ചിട്ടാ. ഇവിടെ മുഴുവൻ ഉറുമ്പാണ്. മുത്തശ്ശി, ഇവളെ ഉറുമ്പ് കടിച്ചു. ആണോ? എന്നിട്ട് തട്ടിക്കളഞ്ഞില്ലേ? ഓ, അതൊക്കെ എപ്പോഴോ പോയി. മുത്തശ്ശി, ഈ ഉറുമ്പുകൾ എന്തിനാ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് തന്നെ കൂടുണ്ടാക്കുന്നത്? എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് മക്കളെ. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഉറുമ്പുകളുടെ ഒരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ നമുക്ക് അപ്പുറത്തിരിക്കാം. പണ്ടൊരിടത്ത് കുറച്ച് ഉറുമ്പുകളും ഒരു തവളയും ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും ഉറുമ്പുകൾ എവിടെ നിന്നെങ്കിലും ധാന്യമണികൾ ശേഖരിച്ചു കൊണ്ടിരുന്നു. അവരാ ജോലി വളരെ അച്ചടക്കത്തോടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ തവളക്കുട്ടനാകട്ടെ മഹാമയനും മനസ്സനുമായിരുന്നു. ദിവസം മുഴുവനും ഉറങ്ങിയും പാട്ടുപാടിയും
നാളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കളിച്ചു രസിച്ചും അവൻ ജീവിതം ആസ്വദിച്ചു. ഒരു ദിവസം ഒരു ഉറുമ്പ് അവന്റെ വീടിന് മുന്നിലൂടെ ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്നു. അപ്പോൾ തവള ഉറുമ്പിനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കഷ്ടപ്പാട് എന്ന് തീരും? എന്നും ഈ ധാന്യമണികൾ ചുമന്നുകൊണ്ട് പോകാനാണ് നിന്റെയൊക്കെ വിധി. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ തലയും താഴ്ത്തി നടന്നുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തവള തന്റെ അലസത മാറ്റിയില്ല. അവൻ കുളത്തിൽ നീരാടിയും ഉറങ്ങിയും പാട്ടുപാടിയും ദിവസങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ഉറുമ്പുകളെല്ലാവരും കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം തങ്ങളുടെ കൊട്ടാരത്തിൽ ശേഖരിച്ചു വെച്ചുകൊണ്ടിരുന്നു. ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്ന ഉറുമ്പ് അതിന്റെ ഭാരം താങ്ങാനാവാതെ നിലത്ത് വീണു. ക്ഷീണിതനും മുറിവേറ്റതുമായ ഉറുമ്പിനെ സഹായിക്കേണ്ടതിന് പകരം തവള ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉറുമ്പ് വിഷമത്തോടെ ചോദിച്ചു, ഹേ തവളക്കുട്ട, ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ്? ഓ പിന്നെ നിന്നെ സഹായിക്കലാണല്ലോ എന്റെ പണി. പോയെ പോയെ, എനിക്ക് ഒരുപാട് പണികളുണ്ട്. എന്ത് പണി? അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. പോയെ പോയെ. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ ധാന്യമണി വീണ്ടും തലയിൽ എടുത്തു വെച്ച് നടന്നുപോയി. ഓ, നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അതവിടെ ഇട്ടിട്ട് വാ. നമുക്ക് രണ്ട് കളിയൊക്കെ കളിച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് എൻജോയ് ചെയ്ത് പോകാം. എന്താ? ഞങ്ങൾ തണുപ്പ് കാലത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ചു വെക്കുകയാണ്. നീയും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്കും ഉപകാരപ്പെടും. അതൊക്കെ മഞ്ഞുകാലം വരുമ്പോഴല്ലേ, അപ്പോൾ ചിന്തിച്ചാ പോരെ. ഇപ്പോഴേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞു ഉറുമ്പ് അവിടെ നിന്നും നടന്നു നീങ്ങി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. വേനൽക്കാലം പോയി മഞ്ഞുകാലം വന്നു. തവളയ്ക്ക് വിശക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിനുള്ളിൽ കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയാൽ എന്റെ കഥ ഇതോടെ തീരും. എനിക്ക് വിശക്കുന്നേ. അയ്യോ, ആ ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി. അന്ന് അവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. എന്തായാലും അവരുടെ അടുത്തേക്ക് പോയി നോക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പാട്ട് പാടി തരുകയും ചെയ്യാം. എന്താ? സോറി ഡിയർ, ഇവിടെ ആർക്കും നിങ്ങളുടെ പാട്ട് കേൾക്കണ്ട. എല്ലാവർക്കും ഉറങ്ങാൻ സമയമായി. ഓക്കേ, പാട്ട് കേൾക്കണ്ടെങ്കിൽ വേണ്ട. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് വിശക്കുന്നു. 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ മഞ്ഞുകാലത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചില്ലേ? ഇല്ല. അപ്പോൾ വേനൽക്കാലം മുഴുവനും നീ എന്ത് ചെയ്യുകയായിരുന്നു? എനിക്ക് ഭക്ഷണം ശേഖരിക്കാൻ സമയമില്ലായിരുന്നു. പാട്ട് പാടിയും കിടന്നുറങ്ങിയും ഞാൻ സമയം നശിപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഭക്ഷണം ശേഖരിക്കാൻ? എന്നിട്ട് നീ അത് ചെയ്തില്ല. എന്നത് മാത്രമല്ല, ചെയ്യുന്ന എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നോക്കി. നീ വരുന്ന മഞ്ഞുകാലത്തെ പറ്റി ചിന്തിച്ചില്ല. അതല്ലേ ശരി? ശരിയാണ്. എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. അങ്ങനെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ തവളയ്ക്ക് നല്ലവരായ ഉറുമ്പുകൾ ഭക്ഷണവും ചൂടും കൊടുത്തു. അവർ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു. സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തശ്ശി? തവള വേനൽക്കാലത്ത് ഭക്ഷണമൊന്നും ശേഖരിക്കാതെ കളിച്ചു നടന്നില്ലേ? മഞ്ഞുകാലം വന്നപ്പോഴോ തവള പട്ടിണിയായി. അതാണ് പറഞ്ഞത്. ആരോഗ്യമുള്ളപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു വെച്ചാൽ ആപത്ത് കാലത്ത് നമ്മൾക്കത് സഹായകരമാകും.